കുക്കിംഗ് കാർട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലത്ത് ശരീരത്തിന് ക്ഷീണം മാറ്റി ആരോഗ്യവും കരുത്തും വീണ്ടെടുക്കുന്ന ചിക്കൻ സൂപ്പാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. വീട്ടിലെ സാധാരണ ചേരുവകൾ കൊണ്ട് റെസ്റ്റോറന്റ് സ്റ്റൈൽ ചിക്കൻ സൂപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. തയ്യാറാക്കാനായി 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്ത വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കാം. ക്യാബേജ് 1/2 കപ്പ് ക്യാബേജ് ആണ് എടുത്തിട്ടുള്ളത്. ക്യാബേജ് വയലറ്റ് കളർ ക്യാബേജും എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോ 1 ക്യാബേജ് എടുത്താലും മതി. 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ബീൻസ്, 1 സവാള ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. സ്പ്രിംഗ് ഒനിയന്റെ ഗ്രീൻ പാർട്ടാണ്, അതൊരു 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം 1 ക്യാപ്സിക്കത്തിന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ എടുക്കുമ്പോൾ ഇതുപോലെ എപ്പോഴും കുറച്ച് എല്ലുള്ള പീസ് എടുക്കുന്നതാണ് നല്ലത്. അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒന്ന് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. മഴക്കാലത്തും തണുപ്പ് കാലത്തും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പാണിത്. മഴ തുടങ്ങിയാൽ പിന്നെ പനിയാണല്ലോ. പനിക്കാലം എന്തെല്ലാം പനികളാണ് ഇപ്പം. അപ്പൊ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും എല്ലാം ഈ സൂപ്പ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി കോൺഫ്ലവർ കലക്കി വെക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. ഇത് 1/2 കപ്പ് വെള്ളം ചേർത്ത് കലക്കി വെക്കണം. പിന്നെ കട്ടയില്ലാതെ നന്നായിട്ട് കലക്കി എടുത്ത് വെക്കാം. കോൺഫ്ലവർ ചേർക്കുന്നത് സൂപ്പ് ഒന്ന് തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ കലക്കണം. കോൺഫ്ലവർ കലക്കുമ്പോൾ കുറച്ച് വെള്ളം കൂട്ടി കലക്കി വെക്കുന്നതാണ് നല്ലത്. അപ്പൊ ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് കലക്കി എടുക്കാൻ പറ്റും. പ്രഷർ പോയോ എന്ന് നോക്കാം. പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി കുക്കർ ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിനെ ഒരു സ്ട്രെയിനറിലോട്ട് അരിച്ചെടുക്കണം. അരിച്ചൊടുക്കിയെടുക്കണം. ചിക്കനും വെജിറ്റബിൾസും എല്ലാം ചേർന്ന് വെന്ത് കിട്ടിയ ഈ ചിക്കൻ സ്റ്റോക്കിലാണ് നമ്മൾ ഇനി സൂപ്പ് തയ്യാറാക്കുന്നത്. ഇനി ഈ ചിക്കൻ എല്ലിന്ന് വേർപെടുത്തി ചെറിയ പീസാക്കി വെക്കാം. ഇതേപോലെ ഈ സൈസിൽ വേണം. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്ത് വെക്കാം. മുട്ട എടുക്കുമ്പോൾ മഞ്ഞക്കരു ഇഷ്ടമല്ല എന്നുള്ളവർക്ക് മഞ്ഞ ചേർക്കണ്ട. മുട്ടയുടെ വെള്ളം മാത്രം ചേർത്താൽ മതി. നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ഇനി ഒരു കടായി അടുപ്പത്ത് വെക്കാം. ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർക്കുമ്പോൾ സൂപ്പിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. 5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ്. ഇഞ്ചി വളരെ കുറച്ച് മതി. ഇഞ്ചി ചേർക്കണമെന്ന് നിർബന്ധമില്ല, കുറച്ചിട്ടിരുന്നാലും അതിനൊരു ടേസ്റ്റ് ആണ്. സ്പ്രിംഗ് ഓണിയൻ ചെറുതായി ചോപ്പ് ചെയ്തത്. 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ്, 2 ടേബിൾ സ്പൂൺ ക്യാബേജ് ചെറുതായി അരിഞ്ഞത്. കുറച്ച് കളറിനും ഭംഗിക്കും വേണ്ടി ഞാൻ ഈ വയലറ്റ് ക്യാബേജ് കൂടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ബീൻസ് ചെറുതായി അരിഞ്ഞത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കൂടുതൽ കുക്ക് ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താലും മതി. ഹൈ ഫ്ലെയിമിലാണ് വഴറ്റിയെടുക്കേണ്ടത്. ഇനി കുറച്ച് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. ഇത് കുക്ക്ഡ് സ്വീറ്റ് കോൺ ആണ്. 2 ടേബിൾ സ്പൂൺ സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കാം. സ്പൂൺ അളവ് എടുക്കുമ്പോൾ എപ്പോഴും മാറിപ്പോകരുത്. ടീസ്പൂൺ വേറെ, ടേബിൾ സ്പൂൺ വേറെ. 3 ടീസ്പൂൺ ആണ് 1 ടേബിൾ സ്പൂൺ. അത് തുടക്കക്കാരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വെജിറ്റബിൾസ് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന എന്താണോ നമ്മുടെ വീട്ടിലുള്ളത് ആ എല്ലാ വെജിറ്റബിൾസും ചേർക്കാവുന്നതാണ്. വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ നീളത്തിലും കട്ട് ചെയ്യാം, ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തും എടുക്കാം. നമുക്ക് സൂപ്പ് കുടിക്കുമ്പോൾ കഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഇനി ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി സോയാ സോസ് ചേർത്ത് കൊടുക്കാം. സോയാ സോസ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി റെഡ് ചില്ലി സോസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, കാരണം നമ്മൾ സോസ് എല്ലാം ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് അതിന് തന്നെ ഉപ്പുണ്ട്. അതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർക്കണം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഇനി മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ചേർക്കേണ്ടത്. മുട്ട ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. മുട്ടയുടെ മഞ്ഞക്കരുവിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെള്ളം മാത്രം ചേർത്താലും മതി. നല്ല ചൂടായിട്ടിരിക്കുന്ന സമയത്ത് മുട്ട ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കോൺഫ്ലവർ കലക്കിയത് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറും മുട്ട ചേർത്തതുപോലെ കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കേണ്ടത്. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ ഒഴിച്ച ഉടൻ തന്നെ ഇളക്കി കൊടുക്കുകയും വേണം. കോൺഫ്ലവർ ചേർക്കുന്നത് സൂപ്പിന് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി വിനിഗർ ഒഴിച്ചു കൊടുക്കാം. വിനിഗർ കുറച്ച് ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒഴിക്കുന്നത്. 1 ടീസ്പൂൺ ആണ് ഒഴിക്കുന്നത്. അതും ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ സൂപ്പിന്റെ ടേസ്റ്റ് എല്ലാം ഒന്ന് ക്രമീകരിക്കാനായിട്ട് ഒരു പൊടിക്കൈയായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര.
സൂപ്പ് റെഡി ആയിട്ടുണ്ട്, നല്ല മണമുണ്ട്. ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലോട്ട് സെർവ് ചെയ്ത് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേ നോക്കൂ, സൂപ്പിന്റെ തിക്നെസ്സും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. സൂപ്പ് തയ്യാറാക്കുമ്പോൾ കുറച്ച് ലൂസായി പോവുകയും ചെയ്യരുത്, കൂടുതലായിട്ട് കട്ടിയായി പോവുകയും ചെയ്യരുത്. ഇതുപോലെ ഇരിക്കണം. നമുക്ക് കോരി കുടിക്കേണ്ടതല്ലേ, അപ്പൊ ആ ഒരു കറക്റ്റ് പാകത്തിനായിരിക്കണം. ബൗളിലോട്ട് എടുക്കാം. ചൂട് സൂപ്പ് ഈ മഴ സീസണിൽ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഓപ്ഷണലാണ്, ഒരു പൊടിക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കറക്റ്റ് ആണ്, എല്ലാം പാകത്തിനുണ്ട്. സിമ്പിളും ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ ചിക്കൻ സൂപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം. ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്